ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ അമ്മാണ്, എളാപ്പയാണ്. മാത്രമല്ല മഹാന്മാരായ ആളുകളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലാണ് ഹംസ റളിയല്ലാഹു അൻഹു. അത്ര ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഇന്നും ബുധനാഴ്ച നമ്മൾ ഉഹദിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും വിശ്വാസ മതങ്ങൾ ഉഹദിൽ പോകുമായിരുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ അടുത്ത് സിയാറത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകും. വ്യാഴാഴ്ച രാവ്. ഇന്ന് നമ്മൾ എല്ലാ വ്യാഴാഴ്ച രാവിലും അവിടെ പോയാൽ ഒരുപാട് ആളുകൾ ഉഹദിലുണ്ടാവും. ഒരുപാട് ആളുകൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ വ്യാഴാഴ്ച പോകണം. വ്യാഴാഴ്ച രാവല്ല, വെള്ളിയാഴ്ച രാവല്ല, വ്യാഴാഴ്ച രാവ്. അത്രയും ആളുകൾ. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോഴും അവിടെ പോവുകയും അവിടെ നമ്മളെ ആ സമയത്തുള്ള നമ്മുടെ ബുർദ നമ്മൾ അവിടെ നടത്തുകയും കാമിലായി നമ്മൾ ബുർദ ചൊല്ലി എല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇവിടുന്ന് ചൊല്ലുന്ന ബുർദ എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ എനിക്ക് നേരത്തെ പരിചയമുള്ള സിറിയക്കാരനായ ഒരു ആശിക്കായ ഒരു മനുഷ്യൻ ആട് ബിരിയാണി കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ആട് ബിരിയാണി കഴിച്ചത്. അത് നമ്മളവിടെ ഉള്ളത് അയാൾ അറിഞ്ഞിട്ടോ ഞാൻ അയാളെ ഇൻഫോം ചെയ്തിട്ടോ അല്ല. അത് ഉഹദ്, അതാണ്. അത് ഹംസ റളിയല്ലാഹുവിന്റെ ഒരു സൽക്കാരം. അത് ഈ വ്യാഴാഴ്ച രാവിലെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ബിരിയാണി വിതരണം, ജ്യൂസ് വിതരണം, ചായ വിതരണം, പലഹാരങ്ങളുടെ വിതരണം. അതൊരു ആഘോഷം. കാരണം റസൂലുള്ള എല്ലാ ദിവസവും ആ ദിവസം ആഴ്ചയിൽ ഒരിക്കൽ അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. അത്രയധികം സ്ഥാനം മുത്തുനബി കൊടുത്തതായിരുന്നു. പിന്നെ ഉഹദിൽ പോയിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ അടുത്തിരുന്നിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ, ഒരു ദിക്റുണ്ട്, അത് 1000 തവണ ചൊല്ലി റസൂലുള്ളാഹിന്റെ അടുത്ത് പോയാൽ കബൂലിയത്തുണ്ടെന്ന് ഉറപ്പാണെന്ന് ഒരു വലിയ മഹാൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കെയർ ഓഫിന്റെ ഉസ്താദിലൂടെ വരുന്ന വേറൊരു ഇജാസത്ത് ഉണ്ട്. ആ ഇജാസത്ത് പ്രകാരവും ഒരു വെള്ള തുണിയൊക്കെ വിരിച്ച് പ്രത്യേകമായ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഉസ്താദിന്റെ ബന്ധമുള്ള ആൾക്കാർ ഉസ്താദിന്റെ അടുത്ത് പോയാൽ അതിന്റെ സമ്മതം കിട്ടും. സമ്മതം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹരാണെങ്കിൽ അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. അങ്ങനെ അത് വാങ്ങിയിട്ട് അവിടെ പോയി അങ്ങനെ വിളിച്ചാലും വലിയ ഫലം അതിലുണ്ട്. അങ്ങനെ അത് ഹംസ റളിയല്ലാഹുവിന് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അനുഭവമുള്ള പല ആളുകളും നമുക്ക് പരിചയമുണ്ട്. ഹംസ റളിയല്ലാഹുവിന് വന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.